ഹായ് ഫ്രണ്ട്സ്, സെപ്റ്റംബർ 13 നടക്കുന്ന സ്വദേശ് മെഗാ ക്വിസ് സബ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. സബ് ജില്ലാതലവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. മറ്റു 2 വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ പുതിയ രാഷ്ട്രപതിയുടെ പേര് എന്താണ്? CP രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് ഒന്ന് നോക്കിയിട്ട് എക്സാമിന് പോകുന്നത് നല്ലതാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വന്ദേ മാതരം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരവിന്ദ ഘോഷ്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? CR ദാസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം. CP രാധാകൃഷ്ണൻ്റെ മുമ്പ് ഉപരാഷ്ട്രപതി ആരായിരുന്നു? ജഗദീപ് ധൻകർ. ഇന്ത്യയിൽ ആദ്യമായി സൂര്യൻ ഉദിക്കുന്ന സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? ബോംബെ. ദീനബന്ധു എന്ന് അറിയപ്പെടുന്നത് ആരാണ്? CF ആൻഡ്രൂസ്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയുടെ പേര് എന്താണ്? ഡോക്ടർ BR അംബേദ്കർ. ഗാന്ധിജി ആദ്യം കേരളം സന്ദർശിച്ചത് എന്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട്. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭു. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണെന്ന്. നമ്മളുടെ ത്രിവർണ പതാക നിലവിൽ വന്നത് എന്നാണ്? 1947 ജൂലൈ 22. ബോണസ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. സ്വദേശ് ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത സ്കൂൾ തല വീഡിയോസും നിങ്ങൾക്ക് കണ്ട് പരീക്ഷയ്ക്ക് പോകുന്നതാണ്. അതും നിങ്ങൾക്ക് സബ് ജില്ലാ തലത്തിന് ഉപകാരപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്.